ഇത് നമ്മൾ ഒരു മധുരപലഹാരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഉണ്ടകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. തേങ്ങയും വേണം, കപ്പലണ്ടിയും വേണം. ചില സ്ഥലത്ത് കപ്പലണ്ടീനെ നിലക്കടല എന്ന് പറയും, അതും വേണം, ശർക്കരയും വേണം. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കില്ലേ, അതേപോലത്തെ ഒരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഒട്ടും പാടില്ല. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയ കിച്ചണില് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തക്കാളി കറി ആയിരുന്നു. സാധാരണ തക്കാളി കറി അല്ല, തക്കാളി അരച്ച് കലക്കി കറി എന്ന് പറയും. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇന്നലെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒറ്റ കറികൾ ആവശ്യമില്ല. അത് അതേപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഞാൻ ഇന്നിവിടെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. കാരണം നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ട റെഡിയാക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതാ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇതിനെ നിലക്കടല എന്ന് പറയുമല്ലോ, ഞങ്ങളുടെ സൈഡിൽ ഇതിനെ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വറുക്കാത്താണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ 225 ഗ്രാം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മെഷീൻ കപ്പിൽ 250 ml മെഷീൻ കപ്പിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഈ കപ്പലണ്ടി ഉണ്ടല്ലോ, ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വറുക്കാത്ത കപ്പലണ്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് നമ്മൾ നെയ്യിലാണ് നമ്മൾ വറുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവർ വന്നു കഴിയുമ്പോൾ അത് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത കപ്പലണ്ടി വെച്ചിട്ട് ഇതേപോലെ റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കപ്പലണ്ടി നെയ്യിൽ വറുത്തിട്ട് എടുക്കും. അപ്പോൾ വറുത്ത കപ്പലണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് എടുക്കണ്ട. നമ്മളിത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കും. അപ്പോൾ നെയ്യിലിട്ടിട്ട് വറുക്കണ്ട, വറുത്തതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെയ്യിൽ വറുത്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നെയ്യില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ എന്നാലും വറുത്തിട്ടെടുക്കുക. പക്ഷേ നെയ്യിൽ വറുത്തിട്ടെടുക്കുക അതായിരിക്കും കുറച്ചും കൂടി നേരത്തെ പറഞ്ഞല്ലോ, നെയ്യുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മൾ വറുത്തിട്ടെടുക്കില്ലേ, അതേപോലെ വറുത്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തിട്ടെടുക്കണം കേട്ടോ. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കാരണം കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെയ്യ് ചെയ്യാണ്ട് കരിയാൻ വേണ്ടി എടുത്ത് തുടങ്ങും. കാരണം ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെയ്യിലേക്കാണ് നമ്മൾ ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്ത് കഴിയുമ്പോൾ നെയ്യ് നോക്കുമ്പോൾ നെയ്യ് ആകെ കറുത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ടെടുക്കുക. പിന്നെ ഈ കപ്പലണ്ടി ആയിരുന്നാലും നന്നായിട്ട് മുരിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ കപ്പലണ്ടി മിഠായി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആ കപ്പലണ്ടി ഉണ്ട അത് കഴിക്കുമ്പോൾ ഒരു പച്ച കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് മുരിയണം കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കപ്പലണ്ടി എല്ലാവരും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് അവസാനമൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ. ഈ കപ്പലണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് ഇരുന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക. പൊടിച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നേരം ഇട്ടിട്ട് കറക്കരുതിട്ട്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ പൊടിയായിട്ട് എടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ എടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ഉണ്ടയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കപ്പലണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഓൾറെഡി നെയ്യിൽ വറുത്തേക്കണത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ചൂട്, നല്ലൊരു മൊരിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് വേണമെന്ന് വെച്ചാൽ ഒന്നുകൂടി കറക്കിയിട്ട് എടുക്കുക. കാരണം കൂടുതൽ നേരം കറക്കരുത്, പെട്ടെന്ന് പൊടിഞ്ഞു പോട്ടാ. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കട്ടെ. ഞാൻ നോക്കിക്കേ, നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാൻ മതി കേട്ടോ. കൂടുതൽ നേരം കറക്കരുത്, അപ്പോൾ ഭയങ്കര നൈസ് പൊടിയായിട്ട് വരും. അതേപോലെ നമുക്ക് കിട്ടണ്ട. ഇതേപോലെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് നമുക്കിങ്ങനെ കടിക്കാനും കിട്ടണം. അതേപോലെ ഇരിക്കണം. അപ്പോൾ ഈ പൊടിച്ചെടുത്തേക്കണ കപ്പലണ്ടി അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ശർക്കര നമ്മൾ അലിയിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ അലിയിച്ചിട്ട് എടുക്കാം.
പിന്നെ വേണ്ടത് ശർക്കര. ശർക്കര ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ ഇവിടെ എന്താ നോക്കിയേ, ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതൊരു പിടിക്കണക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 പിടി, 2 പിടി, ഒരു 2.5 പിടി തേങ്ങയുണ്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഫുള്ള് എടുത്തിട്ടുള്ള അളവായിട്ട് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും ചേർക്കും. ഞാൻ പറഞ്ഞ പോലെ കരിഞ്ഞു പോരുത് കേട്ടോ. നമ്മളിവിടെ 300 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ശർക്കര നമുക്കൊന്ന് അലിയിച്ചിട്ട് ഇടുക. അപ്പോൾ ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ചേർക്കാം. 1 ഗ്ലാസ് വെള്ളവും ചേർക്കാം. ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് അരിഞ്ഞ് വരട്ടെ. ശർക്കര നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ശർക്കര പാനി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. തീ ഞാനിവിടെ നന്നായിട്ട് കൂട്ടി വയ്ക്കാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉണ്ട ചിലവർക്ക് ചിലപ്പോൾ ഉണ്ട കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ഈ ശർക്കര പാനി ഇപ്പോൾ ഞാൻ നൂൽപ്പരുവോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടണ പരുവൊന്നും ആവാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഹാർഡായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര പാനി എടുത്തിട്ട് നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൈമ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടണ പരുവത്തിൽ നിങ്ങൾ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടയ്ക്ക് കുറച്ച് ഒന്ന് ഉണ്ടെന്ന് കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കും. കുറച്ചും കൂടി നിങ്ങളുടെ ഉണ്ട കുറച്ചും കൂടി നല്ല ബലത്തിൽ നല്ല മുറുക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ശർക്കര ഒന്നും കൂടി ഒന്ന് ഒട്ടണ പരുവത്തിൽ നിന്ന് മാറിയിട്ട് ചെറുതായിട്ടൊരു നൂൽ പരുവത്തിൽ എടുക്കുക. ആ ശർക്കരയുടെ അതനുസരിച്ചിട്ട് കേട്ടോ നമ്മുടെ ഈ ഉണ്ട റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാർഡായിട്ട് വേണോ സോഫ്റ്റ് ആയിട്ട് വേണോ എന്നുള്ള അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിതിവിടെ അങ്ങനെ സോഫ്റ്റ് അല്ലാണ്ട് സാധാരണ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഊറ്റിയിട്ട് നമുക്ക് സാധാരണ കഴിക്കണ പോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണോട്ടാ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കപ്പലണ്ടി ഉണ്ടല്ലോ അതും കൂട്ടിയിട്ട് ചേർക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പോൾ തീ കൂട്ടി വയ്ക്കണ്ട. ഞാനിതൊന്ന് എല്ലാവരും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം തീ കൂട്ടിയാൽ മതി. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർക്കാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ചുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്ക് ചേർക്കാം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. ഈ ശർക്കര പാനിയൊക്കെ നമ്മുടെ ഈ കപ്പലണ്ടിയിലേക്കും തേങ്ങയിലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒട്ടും ആ ശർക്കരയുടെ വെള്ളം ഒട്ടും പാടില്ല. അത് എല്ലാവരും ഈ തേങ്ങയുടെയും പിന്നെ കപ്പലണ്ടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. എന്നിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ചൂടാറി കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് ഊറ്റണ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങാനും നിങ്ങൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടയാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മുടെ കൈമയ്ക്ക് പിടിക്കും. അപ്പോൾ ഇത് ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ തീ ഒന്ന് പതുക്കെ കുറച്ച് വെച്ചോട്ടോ. കാരണം ഇതിനകത്ത് ഓൾറെഡി ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിക്കോളും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് ചെറിയ ഉണ്ടയിട്ട് ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യാൻ പോണതിന് മുമ്പ് ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുട്ടണ സമയത്ത് നമ്മുടെ കൈമ ഇത് ഭയങ്കരമായിട്ട് പിടിക്കും.
അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഒരു പ്രാവശ്യം ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഇപ്പോൾ കൈമ ഇങ്ങനെ കുറച്ച് ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വെച്ചു. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കൈമ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളം ശരിക്കും വെള്ളമല്ല, നമ്മുടെ ആ ശർക്കര ശരിക്കാണ്ട് വലിയാത്തതുകൊണ്ട് അടിക്കുക അങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തീ കുറച്ചിട്ടിട്ട്, ഭയങ്കരമായിട്ട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പുകയൊക്കെ കയറും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇതേപോലെ തന്നെ ശരിക്കും ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അധികം മുറുക്കില്ല, പക്ഷേ ഇതേപോലെ നമുക്ക് ഇതിനെ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അത്യാവശ്യം മുറുക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കര പാനി നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. തേങ്ങയൊക്കെ ചേർക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ചൊരു ഹാർഡായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കൈമ ഇങ്ങനെ നമ്മൾ ശർക്കര പാനി ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കൈമ ഇങ്ങനെ ഒരു മെഴുകു പോലത്തെ ഒരു ഫീലിംഗ് വരില്ലേ, അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നൂലായിട്ട് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാം. പക്ഷെ അത്രയ്ക്ക് ഹാർഡിലേക്ക് പോകണ്ട. ഒന്ന് ചെറുതായിട്ട് ഒരു മുറുക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊരു മെഴുക് പോലെ വരണ പോലെ എടുക്കുക. ഇത് പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും പ്രായമായവർക്ക് ആയിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അത്യാവശ്യം ഒരു ചെറിയൊരു മുറുക്കുണ്ട്, ഭയങ്കര മുറുക്കില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല, കാരണം ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരില്ല. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദിവസമൊന്നും ഇരിക്കുന്നില്ല. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ പലഹാരങ്ങൾ ശരിക്കും നല്ല ഇഷ്ടമാണത്. പിന്നെ ഇത് ഞാൻ എടുത്തിരുന്ന ശർക്കര നല്ല കറുത്ത ശർക്കരയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. കറുത്ത ശർക്കരയ്ക്ക് സാധാരണ മറ്റേ വെള്ള ശർക്കര ഉണ്ടല്ലോ, കുറച്ച് കളർ കുറഞ്ഞ ശർക്കര, ആ ശർക്കരയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. കറുത്ത ശർക്കരയാണ് കുറച്ചും കൂടി നല്ലൊരു അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തത് ആ ശർക്കരയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് പെരിയാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ട, ആ ശർക്കരയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ചു നോട്ടെ. ഇവിടെ പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയുണ്ട്. മഴയത്ത് ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല സൂപ്പറാണ്. കഴിച്ചോട്ടെ. ക്യാമറയിൽ നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല. കപ്പലണ്ടി ആയിരുന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും ടേസ്റ്റ് കണ്ടിരിക്കില്ലല്ലോ, കാരണം തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, കപ്പലണ്ടി ഉണ്ട്, മൂന്നായിരുന്നാലും നല്ല ടേസ്റ്റുള്ള നല്ലൊരു കോമ്പിനേഷനാണല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഞാൻ മഴയും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ നാട്ടിലായിരുന്നാലും ഇപ്പോൾ നല്ല മഴയുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മഴ കാണുമ്പോൾ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും മഴ നല്ല കാറ്റും വീശുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് മഴയൊന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മളെടുത്ത് ഉരുളയാക്കിയിട്ടുണ്ട്. ഇവിടെ പാത്രത്തിൻ്റെ സൈഡിൽ കുറച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു വരും. അതുകൊണ്ട് വടിച്ച് സ്പൂൺ കൊണ്ടുകൊണ്ട് കഴിക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇന്നിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അധികം നേരമായിട്ടില്ല. ഇന്ന് ഫുള്ള് മഴയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ചില സമയത്ത് നല്ല കാറ്റും വീശുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവെട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടിയൊന്നും വെട്ടണില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇടിവെട്ടൊക്കെ വരും.